ദക്ഷിണ കന്നഡ ജില്ലയിലെ ബെൽത്തങ്ങാടി താലൂക്കിൽ പ്രസിദ്ധമായ നേത്രാവതി നദിക്കരയിലെ ശാന്തിയുടെയും സമാധാനത്തിന്റെയും സമൃദ്ധിയുടെയും നിറകുടമായി നിൽക്കുന്ന ഒരു ഗ്രാമമുണ്ട്. ആ ഗ്രാമത്തിന്റെ പേരാണ് ധർമ്മസ്ഥല. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദാനധർമ്മങ്ങൾ മൂല്യശ്രുതിയായി പുലർന്നുകൊണ്ടെന്ന് അപൂർവതകൾ അരങ്ങുവാഴുന്ന ഒരു അതിശയ ഗ്രാമം. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായി അറിയപ്പെടുന്ന മഞ്ജുനാഥേശ്വര ക്ഷേത്രമാണ് ധർമ്മസ്ഥല ഗ്രാമത്തിലെ പ്രധാന ശ്രദ്ധാകേന്ദ്രം. മംഗലാപുരത്ത് നിന്നും ഏതാണ്ട് 80 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഇവിടെ എത്തുന്നവരെല്ലാം ക്ഷേത്രമൂർത്തിയായ മഞ്ജുനാഥേശ്വരന്റെ അതിഥികളാണ് എന്നാണ് സങ്കല്പം. അവർക്കിവിടെ 2 നേരം ആഹാരവും തലചായ്ക്കാനിടവും സൗജന്യമായി ലഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ ഇന്ന് രാജ്യത്തെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് ഒരു വെളിപ്പെടുത്തൽ ഇവിടെ നിന്നും വരികയാണ്. ആ വെളിപ്പെടുത്തൽ നടത്തിയതാകട്ടെ ഈ ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലാണ്. ആ വെളിപ്പെടുത്തലിൽ ഞെട്ടിത്തരിച്ചു നിൽക്കുകയാണ് കർണാടകയും ഒപ്പം രാജ്യവും. കുറ്റബോധത്തിന്റെ ഭാരം പേറിയാണ് ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തിയത്. എന്നാൽ ആ വെളിപ്പെടുത്തലിനെ കർണാടക പോലീസ് നിസ്സംഗതയോടെയാണ് കണ്ടത്. തിരോധാന വാർത്ത പോലും കർണാടകയിലെ മാധ്യമങ്ങൾ അവഗണിച്ചു. നമുക്ക് നോക്കാം എന്താണ് ശരിക്കും അവിടെ നടന്നത്. രാജ്യത്തെ ഞെട്ടിച്ച ആ വെളിപ്പെടുത്തൽ എന്താണ് എന്ന് നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ നമുക്കറിയാം. ആ വെളിപ്പെടുത്തൽ ഇങ്ങനെയാണ്. അതായത് 1995 മുതൽ 2014 വരെയുള്ള കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ഉൾപ്പെടെ 100ഓളം പേരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തും കൊലപ്പെടുത്തി. ഇതിനെല്ലാം താൻ ദൃക്സാക്ഷിയെന്നും അനുസരിച്ചില്ല എങ്കിൽ തന്നെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്നാണ് സൂപ്പർവൈസർമാർ, അതായത് ഈ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാർ ഭീഷണിപ്പെടുത്തിയതായി പരാതിയിൽ പറയുന്നു. നുണപരിശോധനയ്ക്ക് തയ്യാറാണെന്നും കുറ്റബോധം സഹിക്കാനാകാതെയാണ് വെളിപ്പെടുത്തൽ നടത്തിയതെന്നുമാണ് ഈ പരാതിയിൽ പറയുന്നത്. മൃതദേഹങ്ങളിൽ പലതും ഡീസൽ ഒഴിച്ച് കത്തിച്ചുവെന്നും കോടതി നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കുന്നു. കർണാടക പോലീസ് ഈ കേസിൽ തികച്ചും അലംഭാവപൂർവ്വമാണ് സ്വീകരിച്ചത്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തിയില്ല എന്ന് മാത്രമല്ല, അതിനെ അവഗണിക്കാനാണ് കർണാടക പോലീസ് ശ്രമിച്ചത്. ആരാണ് വെളിപ്പെടുത്തൽ നടത്തിയത്? പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രമായ മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിലെ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തിയത് എന്താണ്? തുടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ 1995 മുതൽ 2014 വരെ 100ഓളം പേരെ കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. കൊല്ലപ്പെട്ടവരിൽ അധികവും സ്കൂൾ വിദ്യാർത്ഥികളാണ്. മൃതദേഹങ്ങൾ സംസ്കരിച്ചതാകട്ടെ നേത്രാവതി പുഴയുടെ തീരത്തും. എന്തുകൊണ്ടാണ് നേത്രാവതി പുഴയുടെ തീരത്ത് മൃതദേഹങ്ങൾ സംസ്കരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് മൃതദേഹം പെട്ടെന്ന് ഈ പുഴയുടെ സമീപത്തായി സംസ്കരിച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ശരീരമില്ലാതാകുകയും അസ്ഥികൂടങ്ങളായി മാറുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് നേത്രാവതി പുഴയുടെ തീരത്ത് ഈ മൃതദേഹങ്ങൾ സംസ്കരിച്ചത്. അടുത്തൊരു ചോദ്യമുണ്ട്, ഭീഷണിപ്പെടുത്തിയത് ആര്? അതായത് മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭരണസമിതിയിൽ സ്വാധീനമുള്ള സൂപ്പർവൈസർമാർ ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതിയിൽ പറയുന്നത്. ഈ ക്ഷേത്ര ഭരണസമിതിയുമായി ബന്ധപ്പെട്ട് ഭരിക്കുന്നത് കർണാടകയിലെ തന്നെ ഒരു പ്രസിദ്ധമായ കുടുംബമാണ്. ആ കുടുംബമാണ് ഈ ക്ഷേത്രം ഭരിക്കുന്നത്. 2014 ശുചീകരണ തൊഴിലാളി, അതായത് ഈ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളി നാടുവിട്ടു. എന്തുകൊണ്ടാണ് 2014 അദ്ദേഹം നാടുവിട്ടാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഒരു പെൺകുട്ടിയെ ഇത്തരത്തിൽ, അതായത് തൻ്റെ കുടുംബത്തിലെ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചപ്പോഴാണ് ഈ ശുചീകരണ തൊഴിലാളി, അതായത് ഇപ്പോൾ മൊഴി നൽകിയ തൊഴിലാളി അവിടെ നിന്നും കുടുംബസമേതം രക്ഷപ്പെട്ടത്. സംഭവത്തിന് തെളിവായി അടുത്തിടെ ധർമ്മസ്ഥലയിൽ നിന്ന് ഒരു മൃതദേഹം കുഴിച്ചെടുത്ത് സ്ഥലത്ത് രഹസ്യമായി എത്തുകയും ഒപ്പം തന്നെ ആ മൃതദേഹം കുഴിച്ചെടുത്ത് പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീടുള്ള സംഭവവികാസങ്ങൾ ഇതാണ്. അതായത് 2010 നമുക്ക് പോകാം. 2010 സ്കൂൾ വിദ്യാർത്ഥിയെ പെട്രോൾ പമ്പിന് സമീപം സംസ്കരിച്ചു എന്നുള്ള ഒരു വിവരവും കൂടെ നൽകുന്നു. അതിനിടെ ജൂലൈ മാസം 13-ാം തീയതി പോലീസിൽ ഇദ്ദേഹം രഹസ്യമായി മൊഴി നൽകുകയാണ്. താൻ ഇത്തരത്തിൽ കൊലപാതകങ്ങൾ മറ്റൊരാൾ ചെയ്തു, അതിൻ്റെ ആ കൊലപാതകം മറയ്ക്കാനായി തന്നെ കൊണ്ടാണ് ഇത്തരത്തിൽ മൃതദേഹങ്ങൾ അടക്കം ചെയ്തത് എന്നുള്ള മൊഴി ജൂലൈ മാസം 13-ാം തീയതി അദ്ദേഹം രഹസ്യ മൊഴി നൽകി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് കോട്ട് ചെയ്ത് വരുമ്പോൾ 2010 സ്കൂൾ വിദ്യാർത്ഥിയെ പെട്രോൾ പമ്പിന് സമീപം സംസ്കരിച്ചു എന്നാണ് പറയുന്നത്. അതായത് കല്ലേരിയിലെ സ്കൂൾ വിദ്യാർത്ഥിയാണ് യൂണിഫോമോടെ കുഴിച്ചിട്ടത് എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ വലിയ വിവാദങ്ങൾ നൽകുന്ന ഒരു കേസ്. ആ കേസിന് ആദ്യം പോലീസ് FIR ഇടാനോ അല്ലെങ്കിൽ പരാതി സ്വീകരിക്കുവാനോ ഒന്നും തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് 100 പേരെ കൊന്നുമൂടി എന്ന തരത്തിലൊക്കെ
കുഴിച്ചുമൂടി എന്ന തരത്തിലൊക്കെയുള്ള പ്രസ്താവന ആദ്യം കർണാടക പോലീസ് അവഗണിക്കുകയാണ് ചെയ്തത്. പിന്നീടാണ് നമ്മൾ സ്ക്രീനിൽ കാണുന്ന പോലെ ക്രൈം നമ്പർ 653/2025 എന്ന കേസ് കർണാടക പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. ക്രൈം നമ്പർ 653/2025 കേസ് അവിടെ രജിസ്റ്റർ ചെയ്യാൻ കാരണം കോടതിയുടെ ഇടപെടൽ മാത്രമാണ്. ആദ്യം പോലീസ് ഈ ശുചീകരണ തൊഴിലാളിയുടെ വാക്കുകൾ വിശ്വസിച്ചില്ല, അവിശ്വസിച്ചു. തുടർന്ന് അദ്ദേഹം കോടതിയിൽ പോയി ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ, അതായത് സുപ്രീം കോടതിയിലുള്ള ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ അദ്ദേഹം കോടതിയിൽ പോവുകയാണ്. അങ്ങനെയാണ് കോടതി അദ്ദേഹത്തിന്റെ രഹസ്യമൊഴി എടുക്കുന്നതും പിന്നീട് കേസ് രജിസ്റ്റർ ചെയ്യാൻ കർണാടക പോലീസിനോട് കോടതി നിർദ്ദേശിച്ചതും. നൂറുകണക്കിന് മൃതദേഹം രഹസ്യമായി കുഴിച്ചു മൂടാൻ നിർബന്ധിതനായെന്ന ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലാണ് ധർമ്മസ്ഥല പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബെൽത്തങ്ങാടി കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത്. പോലീസ് നൽകിയിരിക്കുന്ന പരാതിയിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഇയാൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പിന്നീട് ഇയാൾ പറഞ്ഞൊരു മൊഴി ഇങ്ങനെയാണ്: മൃതദേഹം പുറത്തെടുത്തു. അതായത് ഈ സംഭവത്തിന് തെളിവായി അടുത്തിടെ ധർമ്മസ്ഥലയിൽ ഒരു മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്ത് അവിടെ പോവുകയും ആ മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. ഇതിന്റെ ഫോട്ടോ ബെൽത്തങ്ങാടി കോടതിയിൽ സമർപ്പിച്ചു. സത്യവാങ്മൂലത്തിൽ ഈ ഫോട്ടോയും മറ്റ് തെളിവുകളും സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഇതാണ് ഈ കേസുകളുടെ ഒരു രത്ന ചുരുക്കം, ഒരു നാൾ വഴി എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ അനന്യ എവിടെ? കർണാടകയിൽ കഴിഞ്ഞ കുറേ നാളുകളായി ചോദിച്ചിരുന്നൊരു ചോദ്യമാണ് അനന്യ എവിടെ എന്നുള്ളത്. അനന്യയുടെ കേസ് എന്താണെന്നല്ലേ? അതായത് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് ശേഷം മകളുടെ തിരോധാനം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് MBBS വിദ്യാർത്ഥി അനന്യ ഭട്ടിന്റെ അമ്മ രംഗത്ത് വന്നു. 2003 ധർമ്മസ്ഥലയിലെ കോളേജിലേക്കുള്ള യാത്രക്കിടയിലാണ് അനന്യയെ കാണാതായത്. ഈ അനന്യയുടെ മാതാവ് CBIയിലെ മുൻ ഉദ്യോഗസ്ഥയാണ്. അവരുടെ പേര് സുജാത എന്നാണ്. ഈ സുജാത 11-ാം തീയതിയാണ് പരാതി നൽകിയത്. 2012 ധർമ്മസ്ഥലയിൽ 17-കാരിയായ സൗജന്യ എന്ന വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്ത കൊന്ന കേസ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഏറെ ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു. ഇതിൻ്റെയൊക്കെ തുടർച്ച എന്നവണ്ണമാണ് ഈ ശുചീകരണ തൊഴിലാളി പറഞ്ഞ കേസുമായി ബന്ധപ്പെട്ട് അനന്യയുടെയും ഒപ്പം തന്നെ സൗഭാഗ്യയുടെയൊക്കെ കേസിൽ ഒരു കോട്ട് അല്ലെങ്കിൽ ഒരു കണക്ഷൻ ഉണ്ട് എന്ന തരത്തിൽ ഇപ്പോൾ വാർത്തകൾ വരുന്നതും പോലീസ് ആ നിഗമനങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നത്. മറ്റൊരു ചോദ്യമാണ്, സത്യം എന്ന് പുറത്തു വരും? അതായത് സത്യാവസ്ഥ പുറത്തു വരുന്നതിന് മുൻപ് താൻ കൊല്ലപ്പെടുകയോ തെളിവുകൾ നശിപ്പിക്കപ്പെടുകയോ ചെയ്യാതിരിക്കാൻ സുപ്രീം കോടതി അഭിഭാഷകൻ, പ്രശസ്തനായ അഭിഭാഷകനാണ് KV ധനഞ്ജയൻ, അദ്ദേഹത്തിനാണ് രേഖകൾ കൈമാറുകയും ഈ ശുചീകരണ തൊഴിലാളി ഇക്കാര്യങ്ങളെല്ലാം തന്നെയും അദ്ദേഹത്തോട് തുറന്നു പറയുകയും തെളിവുകൾ സഹിതം അദ്ദേഹത്തിന് കൈമാറുകയും ചെയ്തു. സംഭവത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മണ്ണ് നീക്കി പരിശോധന നടത്താനാണ് ഇപ്പോൾ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ടീമിൻ്റെ തീരുമാനം. അതായത് ഈ സ്ഥലം എന്ന് പറയുന്നത്, ഈ ദുരൂഹമായ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലം ഒരു കുടുംബത്തിൻ്റെ അധീനതയിലാണ് പണ്ട് മുതലുള്ളത്. അവിടെ ക്ഷേത്രമുണ്ട്. സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്നവരെ വട്ടിപ്പലിശയ്ക്ക് പണം നൽകി കയ്യിലെടുക്കുവാനും ഇവർക്ക് കഴിയുന്നുണ്ട്. ആർക്കാണെന്ന് ചോദിച്ചാൽ ഈ കുടുംബത്തിന് കഴിയുന്നുണ്ട്. ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടി, ഭൂമിക്ക് വേണ്ടി, രാഷ്ട്രീയമായുള്ള മേൽക്കൊയ്മ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി, അങ്ങനെ പലതിനുമായി ഈ കുടുംബം അവരുടെ കൂട്ടരും ചേർന്ന് 100 കണക്കിന് ആളുകളെ കൊന്നൊടുക്കി എന്നാണ് ചരിത്രവും ആരോപണവും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ആരോപണം മൂലം പോകുന്നത് ഈ കുടുംബത്തിലേക്കാണ്. ഈ കുടുംബത്തിൽ ഒരു MP അടക്കമുണ്ട്. വളരെ പ്രശസ്തമായ ഒരു കുടുംബമാണ് ആ പ്രദേശത്തുള്ളത്. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി തരത്തിൽ അന്വേഷണം വേണമെന്നും ഒക്കെ ഇപ്പോൾ ആവശ്യങ്ങൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൻ്റെ രാജ്യസഭാ MP, CPIയുടെ രാജ്യസഭാ MP ആയ സന്തോഷ് കുമാർ NIA അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്ത് നൽകിയിരിക്കുകയാണ്. സന്തോഷ് കുമാർ MP, അപ്പോൾ സന്തോഷ് കുമാർ MP നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ MP, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതായത് ഈ ധർമ്മസ്ഥല സംഭവത്തിൽ ദുരൂഹത ഉണ്ടോ? മറ്റൊന്ന്, കർണാടക സർക്കാർ നിയോഗിച്ച അന്വേഷണത്തിൽ തൃപ്തികരമല്ല എന്നുള്ളത് കൊണ്ടാണോ NIA അന്വേഷണം താങ്കൾ ആവശ്യപ്പെടാൻ കാരണം? ഈ സംഭവവുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു നിഗമനം എന്താണ്? ലക്ഷക്കണക്കായ വിശ്വാസികൾ വളരെ പ്രതീക്ഷാപൂർവം പോകുന്ന ഒരു കേന്ദ്രമാണ് ധർമ്മസ്ഥല എന്നുള്ളത്. ആ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ധാരാളം ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ പലതും പുതിയ വാർത്തകളല്ല. 1979 മുതൽ ആരോപണങ്ങളുണ്ട്.
ഞാനതിൻ്റെ ലിസ്റ്റൊന്നും വിശദീകരിക്കുന്നില്ല. പക്ഷെ ഏറ്റവും അവസാനം ഈ വർഷം ജൂലൈ 3-ന് മനസാക്ഷി കുത്തുകൊണ്ട് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട അടുത്ത ബന്ധമുള്ള ഒരു സാധാരണ തൊഴിലാളി കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി. ആ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായൊരു പരിശോധന നടത്തിയപ്പോൾ അസ്ഥികൂടം കണ്ടെടുക്കുന്ന സ്ഥിതിയുണ്ടായി, തലയൊട്ടി കണ്ടെടുക്കുന്ന സ്ഥിതിയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തലനുസരിച്ച് 500ഓളമാണ് ഇങ്ങനെ മൃതദേഹങ്ങൾ അവിടെ മൂടപ്പെട്ടിട്ടുള്ളത്, സംസ്കരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അവിശ്വസനീയമാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ സ്വതന്ത്ര ഇന്ത്യയിലാണോ ജീവിക്കുന്നത്, ഈ സ്ഥലം സ്വതന്ത്ര ഇന്ത്യയിലാണോ എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള അവസ്ഥയാണ്. അപ്പോൾ അത് സംബന്ധിച്ചിട്ട് അതിശക്തമായൊരു അന്വേഷണം വേണം. അത് മലയാളികളെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ്, എല്ലാ സംസ്ഥാനക്കാരെയും കൂടെ ബാധിക്കുന്ന പ്രശ്നമാണ്. NIA ആ കാര്യത്തിനകത്ത് പൂർണ്ണമായിട്ട് ഇടപെടണം. കർണാടക പോലീസിൻ്റെയും കോൺഗ്രസിൻ്റെയും സമീപനം ആ കാര്യത്തിൽ തൃപ്തികരമല്ല. കാരണം നമ്മൾ നോക്കൂ, ഒരു ചെറിയ തെളിവ് കിട്ടിയാൽ പോലും എത്ര പഴക്കമുള്ള കൊലക്കേസുകളും അന്വേഷിക്കുന്നതിൻ്റെ ഉദാഹരണം നമ്മുടെ മുമ്പിലുണ്ട്. അങ്ങനെ കുറ്റവാളികൾ ശിക്ഷിച്ചതിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോഴാണ് നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടില്ലാത്ത, എനിക്ക് ഉറപ്പുണ്ട് ഈ വീഡിയോ കാണുന്ന ഒരാൾ പോലും ഇത്തരം ഒരു സംഭവം കേട്ടിട്ടുണ്ടാവില്ല, ഇത്രയധികം കൊലപാതകങ്ങളെ കുറിച്ചുള്ള സൂചനകൾ കിട്ടുന്നത്. അപ്പോൾ അത് അന്വേഷിക്കണം. അതിൻ്റെ അകത്ത് ഇരകൾക്ക് നീതി കിട്ടണം. നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും വളരെ വലിയ സംഘർഷത്തിൽ കഴിയുകയാണ്, അവർക്ക് നീതി കിട്ടണം. ഈ രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടാവണം. അതോടൊപ്പം ധർമ്മസ്ഥല പോലെ ഒരു കേന്ദ്രത്തിൻ്റെ പരിഭാവനത എല്ലാ സംശയങ്ങൾക്കും അതീതമായി സംരക്ഷിക്കപ്പെടണം. ആ കാര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം ഏതർത്ഥത്തിലും തുടരണമെന്നാണ് ഞങ്ങൾ ആലോചിച്ചിട്ടുള്ളത്. കർണാടക സർക്കാർ എന്തെങ്കിലും തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിൽ മാത്രമല്ലേ അത് നമ്മൾ തൃപ്തികരമാണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കൂ. ഈ വെളിപ്പെടുത്തലുണ്ടായി, ആ വെളിപ്പെടുത്തലുണ്ടായി കഴിഞ്ഞാൽ നമ്മളെ നാട്ടിലെ ഒരു സാധാരണ നടപടിക്രമം അനുസരിച്ചിട്ട്, ക്രിമിനൽ നടപടിക്രമം അനുസരിച്ചിട്ട് അതിൻ്റെ തുടർ കാര്യങ്ങൾ നടത്തണം. 10-28 ദിവസമായി ആ സ്ഥലം വീണ്ടും പരിശോധിക്കുന്നതിന്, എക്സ്ക്യൂമേറ്റ് ചെയ്യുന്നതിന് ഈ ഗവൺമെൻറ് തയ്യാറാകുന്നില്ല. സിദ്ധരാമയ്യ ഓരോ ദിവസവും ഓരോ ന്യായം പറയുന്നു. ഉപമുഖ്യമന്ത്രിയുടെ സമ്മർദ്ദമുണ്ടെന്ന് വാർത്തകൾ പ്രചരിക്കുന്നു. ഞാനതിൻ്റെ രാഷ്ട്രീയ വശങ്ങളെക്കുറിച്ച് അധികം അറിവുള്ള ആളല്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, 3-4 ആഴ്ചയായി കഴിഞ്ഞിട്ടും പോലീസ് ഒരു അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നു. എന്തുകൊണ്ടാണ് ആ സ്ഥലം പരിശോധിക്കാത്തത്? ആ സ്ഥലം പരിശോധിച്ചിട്ട് സന്തോഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ എന്തുകൊണ്ടാണ് പോലീസ് ആ സ്ഥലം പരിശോധിക്കാത്തത്? ഞാൻ സമയപരിമിതി ഉണ്ടായതുകൊണ്ടാണ് താങ്കൾ സംസാരിച്ചതിൻ്റെ ഇടയിൽ ഇടപെട്ടതിൽ ഖേദം രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്നത്? ഇതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇതിന് ഉത്തരം തേടേണ്ടതുണ്ട്. ദുരൂഹതകൾ ബാക്കി പത്രമായി അവിടെ ഇങ്ങനെ അവശേഷിക്കുകയാണ്. ഏതായാലും ഡീകോഡിന്റെ സമയപരിധി ഇവിടെ പൂർണ്ണമാകുകയാണ്. പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.